Hello everyone. Today we are going to discuss about the three important topics, that is blind peer reviewing, plagiarism and honor code. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഇൻട്രൊഡക്ഷൻ ടു അക്കാദമിക് റൈറ്റിംഗ്. അക്കാദമിക് റൈറ്റിംഗ് എന്ന പേപ്പറിലെ ഫസ്റ്റ് മൊഡ്യൂളാണ്. അതിലെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 3 ടോപ്പിക്കുകളാണ്. ഏതൊക്കെയാണ്? ബ്ലൈൻഡ് പിയർ റിവ്യൂവിങ്, പ്ലേജറിസം ആൻഡ് ഹോണർ കോഡ്. ഓക്കെ, അപ്പോൾ ഈ ടോപ്പിക്കിലേക്ക് കടക്കുന്നതിന് മുന്നേ ആയിട്ട് നമുക്ക് മറ്റൊരു കാര്യം നോക്കാം. അക്കാദമിക് റൈറ്റേഴ്സ് ആർ നോർമലി റെഫർഡ് ടു ആസ് സ്കോളേഴ്സ് ഓർ അക്കാദമീഷ്യൻ ആൻഡ് ദെയർ റൈറ്റിംഗ് ഈസ് ഡിസ്ക്രൈബ്ഡ് ആസ് സ്കോളർലി റൈറ്റിംഗ്. അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഇൻട്രൊഡക്ഷൻ ടു അക്കാദമിക് റൈറ്റിങ്ങിന് ഒരു ആമുഖം പറഞ്ഞു. ദെൻ അക്കാദമിക് റൈറ്റിംഗ് എന്ന സ്കില്ല് ഡെവലപ്പ് ചെയ്യുന്നതിന് മുന്നേ ആയിട്ട് കുറച്ച് ഒരുക്കങ്ങളൊക്കെ വേണമെന്ന് പറഞ്ഞു. അതെന്ത് പേരിലാണ് അറിയപ്പെട്ടത്? പ്രീ റിക്വിസൈറ്റ്സ് ഫോർ ലേണിംഗ് അക്കാദമിക് റൈറ്റിംഗ്. അതിനെക്കുറിച്ചും നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തു. ഓക്കെ, അപ്പോൾ അക്കാദമിക് റൈറ്റേഴ്സിനെ എന്ത് പേരിലാണ് വിളിക്കാറ്? അക്കാദമിക് റൈറ്റേഴ്സ് സ്കോളേഴ്സ് എന്ന പേരിലും അതുപോലെ തന്നെ അക്കാദമീഷ്യൻ എന്ന പേരിലുമാണ് അറിയപ്പെടുന്നത്. ഓക്കെ, അക്കാദമിക് റൈറ്റേഴ്സ് ആർ നോർമലി റെഫർഡ് ടു ആസ് സ്കോളേഴ്സ് ഓർ അക്കാദമീഷ്യൻ. ഓക്കെ, ആൻഡ് ദെയർ റൈറ്റിംഗ് ഈസ് ഡിസ്ക്രൈബ്ഡ് ആസ് സ്കോളർലി റൈറ്റിംഗ്. പിന്നെ അവരുടെ റൈറ്റിംഗ് എന്ത് പേരിലാണ് അറിയപ്പെടുന്നത്? സ്കോളർലി റൈറ്റിംഗ് എന്ന്. ഓക്കെ, ഇത് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിൻ്റ് കൂടിയാണ്. അക്കാദമിക് റൈറ്റേഴ്സ് സ്കോളേഴ്സ് എന്ന പേരിലും അക്കാദമീഷ്യൻ എന്ന പേരിലും അറിയപ്പെടുന്നു. അവരുടെ റൈറ്റിംഗ് സ്കോളർലി റൈറ്റിംഗ് എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. ഓക്കെ, ദെൻ ഇനി എന്താണ് ബ്ലൈൻഡ് പിയർ റിവ്യൂവിംഗ് എന്ന് നമുക്ക് നോക്കാം. When an academic paper is written for publication, it undergoes a process known as blind peer reviewing. A paper submitted by a scholar for publication to a journal is sent to other scholars by the editor of the journal without the name and other details of the writer. The reviewers read the paper and determine if the paper is worth publishing. The identity of the reviewers is never disclosed to the author of the paper. When an academic paper is written for publication, it undergoes a process known as blind peer reviewing. അപ്പോൾ എന്താണ്? നമ്മളൊരു അക്കാദമിക് പേപ്പർ, നമ്മൾ എഴുതിയിട്ടുള്ള അക്കാദമിക് പേപ്പർ അല്ലെങ്കിൽ നമ്മുടെ കോളേജ് മാഗസിൻ പബ്ലിഷ് ചെയ്യാൻ വേണ്ടിയിട്ട് തീരുമാനിക്കുകയാണ്. അപ്പോൾ അങ്ങനെ തീരുമാനിക്കുന്ന സമയത്ത് നമുക്ക് പെട്ടെന്ന് പോയിട്ട് അങ്ങോട്ട് പബ്ലിഷ് ചെയ്യാൻ വേണ്ടിയിട്ട് കഴിയുമോ? ഇല്ല. അപ്പോൾ അതിനൊരു പ്രോസസ്സ് ഉണ്ട്. ആ പ്രോസസ്സ് വഴിയേ ഒരു അക്കാദമിക് പേപ്പർ അല്ലെങ്കിൽ മാഗസിനൊക്കെ പബ്ലിഷ് ചെയ്യാൻ കഴിയുള്ളൂ. ആ പ്രോസസ്സിനെ വിളിക്കുന്ന പേരാണ് ബ്ലൈൻഡ് പിയർ റിവ്യൂവിങ്. ഓക്കെ, ആ പ്രോസസ്സ് എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. എ പേപ്പർ submitted by a scholar for publication to a journal is sent to other scholars or reviewers by the editor of the journal without the names and other details of the writer. അപ്പോൾ എന്താണ്? നമ്മളിപ്പോൾ പറഞ്ഞ പോലെ തന്നെ നമ്മൾ എഴുതിയിട്ടുള്ള അക്കാദമിക് പേപ്പർ അല്ലെങ്കിൽ എന്താണ് കോളേജിലെ മാഗസിൻ അത് പബ്ലിഷ് ചെയ്യാൻ വേണ്ടിയിട്ട് തീരുമാനിക്കുകയാണ്. അങ്ങനെ പബ്ലിഷ് ചെയ്യാൻ തീരുമാനിക്കുന്നതിന് മുന്നേ ആയിട്ട് അത് മറ്റൊരു സ്കോളറിന്, മറ്റൊരു അക്കാദമീഷ്യന് നമ്മൾ അയച്ചു കൊടുക്കണം. അവരത് എന്താണ് വേറൊരു റിവ്യൂവറിന് അയച്ചു കൊടുക്കും. അങ്ങനെ അയച്ചു കൊടുക്കുന്ന സമയത്ത് ആരാണോ ആ പേപ്പർ എഴുതിയത് ആ വ്യക്തിയുടെ പേരും മറ്റു ഡീറ്റെയിൽസും ഒക്കെ ഒഴിവാക്കിയിട്ടാണ് അവർ അത് അയച്ചു കൊടുക്കുക മറ്റൊരു റിവ്യൂവറിന്. അവരാണ് നമ്മൾ എഴുതിയിട്ടുള്ള ആ അക്കാദമിക് പേപ്പർ ആദ്യം മുതൽ അവസാനം വരെ മുഴുവനായിട്ട് വായിച്ചിട്ട് അത് പബ്ലിഷ് ചെയ്യാൻ മാത്രം മൂല്യമുള്ളതാണോ അല്ലയോ എന്ന് ചെക്ക് ചെയ്യുന്നത്. ഓക്കെ, ദി റിവ്യൂവർ റീഡ് ദി പേപ്പർ ആൻഡ് ഡിറ്റർമൈൻ ഇഫ് ദി പേപ്പർ ഈസ് വർത്ത് പബ്ലിഷിംഗ്. അപ്പോഴെന്താണ്? ഈ റിവ്യൂവറാണ് ആ പേപ്പർ റീഡ് ചെയ്തിട്ട് ഇത് പബ്ലിഷ് ചെയ്യാൻ മാത്രം മൂല്യമുണ്ടോ ഇല്ലയോ എന്നൊക്കെ
ചെക്ക് ചെയ്യുന്നത്. അവർ ഓക്കെ പറഞ്ഞാൽ മാത്രമേ നമ്മൾ എഴുതിയിട്ടുള്ള അക്കാദമിക് പേപ്പർ അവിടെ പബ്ലിഷ് ചെയ്ത് വരുള്ളൂ. ഓക്കെ. ദെൻ ദി ഐഡൻറ്റിറ്റി ഓഫ് ദി റിവ്യൂവേഴ്സ് ഈസ് നെവർ ഡിസ്ക്ലോസ്ഡ് ടു ദി ഓതർ ഓഫ് ദി പേപ്പർ. പിന്നെ അത് മാത്രമല്ല, നമ്മൾ എഴുതിയിട്ടുള്ള പേപ്പർ ആരാണോ റിവ്യൂ ചെയ്തത് അവരുടെ ഐഡൻറ്റിറ്റി നമ്മളോട് വെളിപ്പെടുത്തില്ല. അതുപോലെ തന്നെ നമ്മുടെ പേപ്പർ ചെക്ക് ചെയ്ത ആ റിവ്യൂവറിന് അറിയാൻ കഴിയില്ല ഈ പേപ്പർ ആരാണോ എഴുതിയിട്ടുള്ളതെന്ന്. ആ ഓതറിൻ്റെ ഐഡൻറ്റിറ്റി റിവ്യൂവറിനെയും വെളിപ്പെടുത്തില്ല. ഓക്കെ. ഈ ഒരു പ്രോസസ്സിനെയാണ് ബ്ലൈൻഡ് പിയർ റിവ്യൂവിംഗ് എന്ന് വിളിക്കുന്നത്. ഒന്നുകൂടി ഷോർട്ടായിട്ട് പറയുകയാണെങ്കിൽ, നമ്മളിപ്പോഴൊരു എസ്സേ പബ്ലിഷ് ചെയ്യാൻ വേണ്ടിയിട്ട് തീരുമാനിക്കുകയാണ്. നമ്മൾ സ്വന്തമായിട്ടൊരു എസ്സേ ഒക്കെ എഴുതിയിട്ട് അത് പബ്ലിഷ് ചെയ്ത് കാണണമെന്ന് നമ്മൾ തീരുമാനിക്കുകയാണ്. അത് ന്യൂസ് പേപ്പറിൽ അല്ലെങ്കിൽ മാഗസിനിൽ, അതും അല്ലെങ്കിൽ ഒരു ജേണലിൽ പബ്ലിഷ് ചെയ്ത് വരണമെന്ന്. അപ്പോൾ അങ്ങനെ ഇരിക്കുന്ന ആ സമയത്ത് നമ്മുടെ കോൺട്രിബ്യൂഷൻ, നമ്മൾ എഴുതിയിട്ടുള്ള ആ എസ്സേ നമ്മൾ ആർക്കാണ് സെൻഡ് ചെയ്ത് കൊടുക്കുന്നത്? എഡിറ്റർ ഓഫ് ദി ജേണൽ. ആ ജേണലിൻ്റെ എഡിറ്ററിന് സെൻഡ് ചെയ്ത് കൊടുക്കും. അവരതെന്ത് ചെയ്യുമെന്ന് വെച്ചാൽ, നമ്മുടെ പേരും ബാക്കി ഡീറ്റെയിൽസും ഒക്കെ ഒഴിവാക്കിയിട്ട് മറ്റൊരു സ്കോളറിന്, മറ്റൊരു റിവ്യൂവർക്ക് അത് അയച്ചു കൊടുക്കും. എന്നിട്ട് നമ്മൾ എഴുതിയിട്ടുള്ള ആ എസ്സേ മുഴുവനായിട്ട് വായിച്ചിട്ട് അത് പബ്ലിഷ് ചെയ്യാൻ മാത്രം മൂല്യമുണ്ടോ ഇല്ലയോ എന്ന് ചെക്ക് ചെയ്യുന്നത് അവരാണ്. ഓക്കെ. അവർ ചെക്ക് ചെയ്ത് ഓക്കെ പറഞ്ഞാൽ മാത്രമേ അത് പബ്ലിഷ് ചെയ്ത് വരുള്ളൂ. അപ്പോൾ ഈ ചെക്ക് ചെയ്യുന്ന റിവ്യൂവറിന് ആരാണ് ഈ എസ്സേ എഴുതിയത് എന്ന ആ ഒരു ഐഡൻറ്റിറ്റി അവരോടായിട്ട് വെളിപ്പെടുത്തില്ല. ഓക്കെ. അതുപോലെ തന്നെ നമ്മളുടെ ആ എസ്സേ അത് ആരാണ് ചെക്ക് ചെയ്ത് പബ്ലിഷ് ചെയ്യാൻ മാത്രം മൂല്യം ഇതിനുണ്ട് എന്ന് പറഞ്ഞത് എന്ന് നമ്മളോടും വെളിപ്പെടുത്തില്ല. ഓക്കെ. ഈ ഒരു പ്രോസസ്സിനെയാണ് ബ്ലൈൻഡ് പിയർ റിവ്യൂവിംഗ് എന്ന് പറയുന്നത്. ഓക്കെ. അപ്പോൾ എന്താണ് ബ്ലൈൻഡ് പിയർ റിവ്യൂവിംഗ്? When an academic paper is written for publication, it undergoes a process known as blind peer reviewing. അപ്പോൾ എന്താണ്? നമ്മളൊരു അക്കാദമിക് പേപ്പർ പബ്ലിഷ് ചെയ്യാൻ വേണ്ടിയിട്ട് തീരുമാനിക്കുകയാണ്. അങ്ങനെ പബ്ലിഷ് ചെയ്യുന്നതിന് മുന്നേ ആയിട്ട് കുറച്ച് പ്രോസസ്സ് ഉണ്ട്. ആ പ്രോസസ്സിനെയാണ് ബ്ലൈൻഡ് പിയർ റിവ്യൂവിംഗ് എന്ന് പറയുന്നത്. ഓക്കെ. നെക്സ്റ്റ് ടോപ്പിക് ഈസ് പ്ലേജറിസം. പ്ലേജറിസത്തിന് ഒരു ഡെഫിനേഷൻ ടെക്സ്റ്റിൽ കൊടുത്തിട്ടുണ്ട്. നമുക്കത് നോക്കാം. എനി യൂസ് ഓഫ് അതേഴ്സ് വർക്ക്, സെൻറ്റൻസസ് ഓർ ഐഡിയാസ് വിതൗട്ട് അക്നോളജിങ് ദി സോഴ്സ് ഈസ് കൺസിഡേർഡ് ആസ് പ്ലേജറിസം. എനി യൂസ് ഓഫ് അതേഴ്സ് വർക്ക്, സെൻറ്റൻസസ് ഓർ ഐഡിയാസ് വിതൗട്ട് അക്നോളജിങ് ദി സോഴ്സ് ഈസ് കൺസിഡേർഡ് ആസ് പ്ലേജറിസം. ഓക്കെ. അപ്പോൾ എന്താണ് പ്ലേജറിസം? നമ്മളിപ്പോൾ ഒരു കഥയോ അല്ലെങ്കിൽ കവിതയോ എസ്സേയോ സ്വന്തമായിട്ട് എഴുതുകയാണ്. അങ്ങനെ എഴുതുന്ന സമയത്ത് അതിൽ നമ്മുടേതായിട്ടുള്ള വ്യൂസും നമ്മുടെ ഐഡിയാസും ആയിരിക്കും ഉണ്ടായിരിക്കുക, അല്ലേ? നമ്മളല്ലേ എഴുതുന്നത്. അങ്ങനെ എഴുതുമ്പോൾ നമ്മൾ മറ്റൊരു റൈറ്ററുടെ ഐഡിയാസ് അല്ലെങ്കിൽ മറ്റൊരു റൈറ്റർ പറഞ്ഞിട്ടുള്ള കോഡ്സ് നമ്മുടെ റൈറ്റിങ്ങിൽ ഉൾപ്പെടുത്തുകയാണെങ്കിൽ അതെന്താണ്? പ്ലേജറിസമാണ്. അതും സോഴ്സസ് ഒന്നും കൊടുക്കാതെ മറ്റൊരു റൈറ്റർ പറഞ്ഞ ഐഡിയാസ്, മറ്റൊരു റൈറ്ററുടെ കോഡ്സ് നമ്മളുടെ റൈറ്റിങ്ങിൽ ഉൾപ്പെടുത്തുകയാണെങ്കിൽ അതാണ് എന്ത്? പ്ലേജറിസം എന്ന് പറയുന്നത്. ഓക്കെ. ഇതൊരു തെറ്റായിട്ടുള്ള പ്രവൃത്തിയാണ്. ശരിക്കും പറഞ്ഞാൽ പ്ലേജറിസം എന്ന് പറഞ്ഞാൽ എന്താണ്? സാഹിത്യ മോഷണമാണ്. മറ്റൊരു റൈറ്റർ പറഞ്ഞ കാര്യം അവർ പറഞ്ഞതാണ് എന്ന രീതിയിലാവില്ല നമ്മളുടെ റൈറ്റിങ്ങിൽ ഉൾപ്പെടുത്തുന്നത്. നമ്മുടേതായിട്ടുള്ള രീതിയിൽ അവർ പറഞ്ഞ കാര്യങ്ങൾ നമ്മൾ ഉൾപ്പെടുത്തുമ്പോൾ അതെന്താണ്? പ്ലേജറിസമാണ്. ഓക്കെ. അപ്പോൾ അതാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. എനി യൂസ് ഓഫ് അതേഴ്സ് വർക്ക്, സെൻറ്റൻസസ് ഓർ ഐഡിയാസ് without acknowledging the source is considered as plagiarism. അപ്പോൾ മറ്റൊരു റൈറ്ററുടെ ഐഡിയാസോ അല്ലെങ്കിൽ കോഡ്സോ അവർ യൂസ് ചെയ്തിട്ടുള്ള വേർഡ്സോ നമ്മുടേതായിട്ടുള്ള രീതിയിൽ നമ്മുടെ റൈറ്റിങ്ങിൽ ഉൾപ്പെടുത്തുമ്പോൾ അത് അക്നോളജ് ചെയ്യാതിരിക്കുമ്പോഴാണ് ഇത് എന്തായി മാറുന്നത്? പ്ലേജറിസമായിട്ട്
മാറുന്നത്. ഓക്കെ, ഇൻ സിമ്പിൾ ടേംസ് പ്ലേജറിസം ഈസ് ആൻ ആക്ട് ഓഫ് സ്റ്റീലിംഗ് അതേഴ്സ് ഐഡിയാസ്. അപ്പോഴെന്താണ്, സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ പ്ലേജറിസം എന്ന് പറഞ്ഞാൽ എന്താണ്? ഇറ്റ് ഈസ് ആൻ ആക്ട് ഓഫ് സ്റ്റീലിംഗ് അതേഴ്സ് ഐഡിയാസ്. മറ്റൊരു റൈറ്ററുടെ ഐഡിയാസ് അല്ലെങ്കിൽ അവർ പറഞ്ഞ കോഡ്സ് നമ്മൾ മോഷ്ടിച്ച് എഴുതുന്നതിനെയാണ് പ്ലേജറിസം എന്ന് പറയുന്നത്. ഓക്കെ, ഇൻ സിമ്പിൾ ടേംസ് ഇറ്റ് ഈസ് ആൻ ആക്ട് ഓഫ് സ്റ്റീലിംഗ് അതേഴ്സ് ഐഡിയാസ്. ഓക്കെ, ദെൻ it is an unethical act, a serious offense, and is treated as a breach of academic integrity. അപ്പോഴെന്താണ്, പ്ലേജറിസം എന്നതെന്താ? ഒരു അൺഎത്തിക്കൽ ആക്റ്റാണ്. അതുപോലെ തന്നെ എന്താ, സീരിയസ് ഒഫൻസാണ്. സീരിയസ് ആയിട്ടുള്ള ഒരു കുറ്റകൃത്യം കൂടിയാണ് എന്ത്, പ്ലേജറിസം എന്നത്. ഓക്കെ, ആൻഡ് ഇറ്റ് ഈസ് ട്രീറ്റഡ് ആസ് എ ബ്രീച്ച് ഓഫ് അക്കാദമിക് ഇൻറ്റഗ്രിറ്റി. അതുപോലെ തന്നെ അക്കാദമികമായിട്ടുള്ള നിലവാരത്തിന് ചേരാത്ത തരത്തിലുള്ള ഒരു പ്രവൃത്തി കൂടിയാണ് ഏത്, പ്ലേജറിസം എന്നത്. ഓക്കെ, ഇറ്റ് ഈസ് ആൻ അൺഎത്തിക്കൽ ആക്ട്. ഇതൊരു അൺഎത്തിക്കൽ ആക്റ്റാണ്. അതുപോലെ തന്നെ സീരിയസ് ആയിട്ടുള്ള ഒരു ഒഫൻസാണ്, കുറ്റകൃത്യം കൂടിയാണ്. ദെൻ ആൻഡ് ഇറ്റ് ഈസ് ട്രീറ്റഡ് ആസ് എ ബ്രീച്ച് ഓഫ് അക്കാദമിക് ഇൻറ്റഗ്രിറ്റി. അക്കാദമിക് നിലവാരത്തിന് ചേരാത്ത ഒരു പ്രവൃത്തി കൂടിയാണ് ഏത്, പ്ലേജറിസം. Okay, the easiest way to avoid plagiarism is to distinguish your ideas from the ideas of others in your paper. That is, every idea borrowed from others need to be acknowledged in the text of your paper by separating them using quotation marks and providing the details of the sources. പ്ലേജറിസം അവോയ്ഡ് ചെയ്യാനുള്ള ഈസിയസ്റ്റ് ആയിട്ടുള്ള വേ ആണ് ഇതിലിനി പറയുന്നത്. എങ്ങനെയാണ് പ്ലേജറിസം അവോയ്ഡ് ചെയ്യുക? ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ കൂടിയാണ്, ഹൗ ടു അവോയ്ഡ് പ്ലേജറിസം എന്നത്. ഓക്കെ, അതെങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. നമ്മളിപ്പോൾ മറ്റൊരു റൈറ്ററുടെ കോഡ്സോ അല്ലെങ്കിൽ അവരുടെ ഐഡിയാസോ നമ്മുടെ റൈറ്റിങ്ങിൽ എഴുതുന്നുണ്ടെങ്കിൽ തന്നെ അതിന് സൈറ്റേഷൻ കൊടുക്കണം. സൈറ്റേഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ മറ്റൊരു റൈറ്ററുടെ കോഡ്സ് എഴുതുന്നുണ്ടെങ്കിൽ, നമ്മുടെ റൈറ്റിങ്ങിൽ എഴുതുന്നുണ്ടെങ്കിൽ ആ കോഡ്സ് ഡബിൾ കൊട്ടേഷൻ മാർക്കിനുള്ളിൽ എഴുതിയതിന് ശേഷം ഡബിൾ കൊട്ടേഷൻ മാർക്ക് ക്ലോസ് ചെയ്തിട്ട് ഒരു ബ്രാക്കറ്റ് ഇട്ടിട്ട് ആരാണോ ഈ കൊട്ടേഷൻ പറഞ്ഞത് അവരുടെ പേര് ആ ബ്രാക്കറ്റിനുള്ളിൽ ഉൾപ്പെടുത്തണം. ഓക്കെ, ഇതാണ് സൈറ്റേഷൻ എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ, നമ്മളിപ്പോൾ ഗാന്ധിജി പറഞ്ഞ ഏതെങ്കിലും വാക്കുകൾ നമ്മളുടെ റൈറ്റിങ്ങിൽ എഴുതുകയാണ്. അങ്ങനെ എഴുതുന്നുണ്ടെങ്കിൽ അത് കൊട്ടേഷൻ മാർക്കിനുള്ളിൽ വേണം എഴുതാൻ. ഡബിൾ കൊട്ടേഷൻ മാർക്കിനുള്ളിൽ എഴുതിയതിന് ശേഷം അത് കഴിഞ്ഞിട്ട് ബ്രാക്കറ്റ് ഇട്ടിട്ട് മഹാത്മാഗാന്ധി സേസ് എന്ന് അവിടെ എഴുതണം. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമ്മുടെ പേപ്പർ വായിക്കുന്ന മറ്റൊരു വ്യക്തിക്ക് മനസ്സിലാവും ഇതെന്താണ്, മറ്റൊരാളുടെ ഐഡിയ കടമെടുത്തതാണ്, അല്ലാതെ മോഷ്ടിച്ച് എഴുതിയതല്ല എന്ന്. ഓക്കെ, അതവിടെ അക്നോളജ് ചെയ്യണം. ഓക്കെ, ഇനി നമ്മൾ ഒരു ബുക്കിൽ നിന്നാണ്, ഏതെങ്കിലും ഒരു റൈറ്റർ എഴുതിയിട്ടുള്ള ആ റൈറ്ററുടെ വർക്കിൽ നിന്നാണ് നമ്മൾ കോഡ്സ് അല്ലെങ്കിൽ എന്താണ് അവരുടെ ഐഡിയാസ് എടുത്തെഴുതുന്നുണ്ട് എങ്കിൽ എന്താണ് ചെയ്യേണ്ടത്? നമ്മൾ ആദ്യം ആ ഐഡിയാസ് ഡബിൾ കൊട്ടേഷൻ മാർക്കിനുള്ളിൽ എഴുതിയതിന് ശേഷം പിന്നീട് ബ്രാക്കറ്റ് ഇട്ടിട്ട് ആ ബുക്കിൻ്റെ പേര്, ആ ഓഥറിൻ്റെ പേര്, എത്രാമത്തെ പേജിൽ നിന്നാണ് നമുക്ക് ഈ ഒരു ഐഡിയ ലഭിച്ചിട്ടുള്ളത്, ആ പേജ് നമ്പർ അതുകൂടി അതിൽ ഉൾപ്പെടുത്തണം. ഓക്കെ, അങ്ങനെയാണെങ്കിൽ മറ്റൊരു റൈറ്ററുടെ ഐഡിയ നമ്മുടെ റൈറ്റിങ്ങിൽ ഉൾപ്പെടുത്തിയതാണ് എന്ന് അവിടെ അക്നോളജ് ചെയ്യുന്നുണ്ട്, ബ്രാക്കറ്റിൽ ഇങ്ങനെ സൈറ്റേഷൻ കൊടുത്തിട്ട്. ഓക്കെ, അങ്ങനെയാവുന്ന സമയത്ത് നമുക്ക് എന്താണ്, പ്ലേജറിസം അവോയ്ഡ് ചെയ്യാൻ കഴിയും. ഓക്കെ, അപ്പോൾ പ്ലേജറിസം എന്താണെന്ന് മനസ്സിലായിട്ടുണ്ട് എന്ന് വിശ്വസിക്കുന്നു. മറ്റൊരാളുടെ ഐഡിയാസ് മോഷ്ടിച്ചെഴുതുന്നതിനെയാണ് പ്ലേജറിസം എന്ന് പറയുന്നത്. അത് നമ്മളുടേതാണ്, നമ്മളുടെ ഐഡിയ ആണ്, അല്ലെങ്കിൽ നമ്മൾ പറഞ്ഞ കോഡ്സ് ആണ് എന്ന് പറഞ്ഞിട്ട് നമ്മുടെ റൈറ്റിങ്ങിൽ ഉൾപ്പെടുത്തുമ്പോഴാണ് അതെന്താവുന്നത്, പ്ലേജറിസം ആവുന്നത്. അപ്പോൾ പ്ലേജറിസം എങ്ങനെയാണ് തടയാൻ കഴിയുന്നത്? മറ്റൊരു റൈറ്ററുടെ ഐഡിയാസ് അല്ലെങ്കിൽ അവർ പറഞ്ഞിട്ടുള്ള കോഡ്സ് നമ്മുടെ റൈറ്റിങ്ങിൽ ഉൾപ്പെടുത്തുന്നുണ്ടെങ്കിൽ തന്നെ നമ്മൾ എന്താണ്,
സൈറ്റേഷൻ കൊടുക്കണം. അങ്ങനെയാണെങ്കിൽ എന്ത് പ്ലേജറിസം അവിടെ അവോയ്ഡ് ചെയ്യാൻ കഴിയുള്ളൂ. ഓക്കെ, ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ കൂടിയാണ്. എക്സാമിന് പലതവണയായിട്ട് ചോദിച്ചിട്ടുണ്ട്. ഓക്കെ, നെക്സ്റ്റ് ടോപ്പിക് ഈസ് ഹോണർ കോഡ്. ഇനി അടുത്തതായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് എന്താണ് ഹോണർ കോഡ് എന്നാണ്. ഹോണർ കോഡ് എന്ന് പറഞ്ഞാൽ ചില യൂണിവേഴ്സിറ്റികളിൽ, പെർട്ടിക്കുലർലി ഇൻ ദി യുണൈറ്റഡ് സ്റ്റേറ്റ്സിലുള്ള ചില യൂണിവേഴ്സിറ്റികളിൽ നമ്മളവിടെ അഡ്മിഷൻ എടുക്കുന്നതിന് മുന്നേ ആയിട്ട് ഒരു എഗ്രിമെൻറ്റിൽ സൈൻ ചെയ്യേണ്ടി വരും. അങ്ങനെ ആ എഗ്രിമെൻറ്റിൽ സൈൻ ചെയ്താലാണ് നമുക്കവിടെ അഡ്മിഷൻ ലഭിക്കുകയുള്ളൂ. ആ എഗ്രിമെൻറ്റിന് പറയുന്ന പേരാണ് ഹോണർ കോഡ്. ഓക്കെ, സം യൂണിവേഴ്സിറ്റീസ്, particularly in the United States, make it mandatory for all students to sign an agreement called Honor Code at the time of enrolling for academic programs. അപ്പോൾ എന്താണ്, എല്ലാ സ്റ്റുഡൻസും മസ്റ്റായിട്ട് എന്താണ്, ഒരു അക്കാദമിക് പ്രോഗ്രാമിന് കടക്കുന്നതിന് മുന്നേ ആയിട്ട് ഈ ഹോണർ കോഡ് എന്ന എഗ്രിമെൻറ്റ് സൈൻ ചെയ്യണം. ഇവിടെ യുണൈറ്റഡ് സ്റ്റേറ്റ്സിലുള്ള യൂണിവേഴ്സിറ്റികളിൽ. ഓക്കെ, ഈ എഗ്രിമെൻറ്റിനെയാണ് ഹോണർ കോഡ് എന്ന് പറയുന്നത്. ഓക്കെ, ഹോണർ കോഡ് ഈസ് ലൈക്ക് എ പ്ലഡ്ജ് ടേക്കൺ ബൈ സ്റ്റുഡൻസ് ടു ദി എഫക്ട് ദാറ്റ് ദേ വിൽ അപ്ഹോൾഡ് അക്കാദമിക് ഇൻറ്റഗ്രിറ്റി ആൻഡ് എത്തിക്കൽ ബിഹേവിയർ ആൻഡ് വിൽ നോട്ട് എൻഗേജ് ഇൻ എനി കൈൻഡ് ഓഫ് ചീറ്റിംഗ്, സ്റ്റീലിംഗ് ആൻഡ് മിസ്റെപ്രസെൻറ്റേഷൻ. അപ്പോഴെന്താണ് നമ്മൾ പറഞ്ഞത്? ഹോണർ കോഡ് ഈസ് ലൈക്ക് എ പ്ലഡ്ജ്. ഹോണർ കോഡ് എന്നത് ഒരു പ്ലഡ്ജ് പോലെയാണ്, പ്രതിജ്ഞ പോലെയാണ്. സ്റ്റുഡൻസ്, വിദ്യാർത്ഥികൾ എടുക്കുന്ന ഒരു പ്രതിജ്ഞയാണ്. അതിലെന്താണ് പറഞ്ഞിട്ടുള്ളത്? അവർ അവരുടെ അക്കാദമിക് ഇൻറ്റഗ്രിറ്റിയും അതുപോലെ തന്നെ എത്തിക്കൽ ബിഹേവിയറും അപ്ഹോൾഡ് ചെയ്തോളാം, ഉയർത്തിപ്പിടിച്ചോളാം എന്ന് പറഞ്ഞിട്ട് കുട്ടികളെ തന്നെ, സ്റ്റുഡൻസ് തന്നെ, വിദ്യാർത്ഥികളെ തന്നെ ചെയ്യുന്ന ഒരു പ്രതിജ്ഞയാണ് എന്ത്? ഹോണർ കോഡ് എന്നത്. ആൻഡ് വിൽ നോട്ട് എൻഗേജ് ഇൻ എനി കൈൻഡ് ഓഫ് ചീറ്റിംഗ്, സ്റ്റീലിംഗ് ആൻഡ് മിസ്റെപ്രസെൻറ്റേഷൻ. അതുപോലെ തന്നെ ചീറ്റിങ്, സ്റ്റീലിങ്, ബാക്കിയുള്ള മിസ്റെപ്രസെൻറ്റേഷൻ അതിലൊന്നും ഒരിക്കലും എൻഗേജ് ചെയ്യില്ല എന്നും പറഞ്ഞുകൊണ്ട് അവരെടുക്കുന്ന ഒരു പ്രതിജ്ഞ കൂടിയാണ് എന്ത്? ഹോണർ കോഡ് എന്നത്. ഓക്കെ, അപ്പോഴെന്താണ് ഹോണർ കോഡ് എന്ന് പറഞ്ഞാൽ ഒരു എഗ്രിമെൻ്റാണ്. യുണൈറ്റഡ് സ്റ്റേറ്റ്സുകളിൽ കാണപ്പെടുന്ന യൂണിവേഴ്സിറ്റികളിൽ അവർ വിദ്യാർത്ഥികൾ അഡ്മിഷൻ നേടുന്നതിന് മുന്നേ ആയിട്ട് അവരെന്താണ്, ഒരു എഗ്രിമെൻറ്റ് സൈൻ ചെയ്യേണ്ടി വരും. ആ എഗ്രിമെൻ്റാണ് ഹോണർ കോഡ്. അത് എന്ന് പറയുന്നത് ഒരു പ്രതിജ്ഞ പോലെയാണ്. വിദ്യാർത്ഥികൾ യാതൊരു തരത്തിലുള്ള ചീറ്റിങ്, സ്റ്റീലിങ് ഒന്നും കാണിക്കില്ല. അവരുടെ അക്കാദമിക് ഇൻറ്റഗ്രിറ്റി അതുപോലെ തന്നെ എത്തിക്കൽ ബിഹേവിയർ അപ്ഹോൾഡ് ചെയ്യാം എന്ന് പറഞ്ഞുകൊണ്ടുള്ള ഒരു പ്രതിജ്ഞ കൂടിയാണ് എന്ത്? ഹോണർ കോഡ് എന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ മുന്നേ പറഞ്ഞിട്ടുണ്ടായിരുന്നു പ്ലേജറിസം എന്നത് എന്താണ്? ഒരു അൺഎത്തിക്കൽ ആക്റ്റാണ്, സീരിയസ് ഒഫൻസാണ്. അപ്പോഴെന്താണ്, അതുപോലെയുള്ള കുറ്റകൃത്യങ്ങളൊന്നും കുട്ടികളുടെ ഭാഗത്തു നിന്ന്, വിദ്യാർത്ഥികളുടെ ഭാഗത്തു നിന്ന് ഉണ്ടാവില്ല എന്ന് പറഞ്ഞുകൊണ്ട് അവരെന്താണ്, എഗ്രിമെൻറ്റിൽ സൈൻ ചെയ്യുന്നു. ആ എഗ്രിമെൻറ്റിനെയാണ് ഹോണർ കോഡ് എന്ന് പറയുന്നത്. അതൊരു പ്രതിജ്ഞ കൂടിയാണ്. കുട്ടികളുടെ ഭാഗത്തു നിന്ന് എന്താ, യാതൊരു തരത്തിലുള്ള മിസ്ബിഹേവിയറും അതുപോലെ തന്നെ ചീറ്റിങ്, സ്റ്റീലിങ് അതൊന്നും ഉണ്ടാവില്ല എന്ന് പറഞ്ഞിട്ട് അവരെടുക്കുന്ന ഒരു പ്രതിജ്ഞയാണ് എന്ത്? ഹോണർ കോഡ്. ഓക്കെ.